वेदु सिर्फ हिंदी में बात करना। मैं फोन करके बोला था ना सिर्फ हिंदी में बात करने का। तेरा पारा मत चलना, डायरेक्ट स्विमिंग पूल में चलना। दिल्लू दिल्लू आपको लेवन और कुशन कौन है मालूम है? कुशन कुशन है। Hi guys, good morning and welcome to our new vlog. What a wonderful morning. നമ്മൾ കുമരകത്തെ നിരമായ റിസോർട്ടിലാണ് ഇന്നലെ എത്തിയാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വ്ളോഗ് ചെയ്തിട്ടുണ്ട് റൂമിനെ കുറിച്ച്. അത് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ ഇന്ന് ഇവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. സോ ഇന്നൊരു ഫുൾ ഡേ നമ്മുടെ ഈ റിസോർട്ടിനുള്ളിലുള്ള ഒരു ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബട്ട് പെർഫെക്റ്റ് വേ ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. ബാക്കിൽ പൂള് നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയം ഏത് ഉറങ്ങുവാണ്. ഞാനും ജെഫറിനും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. ആ ഫ്രൂട്ട്സിന്റെ കളർ തന്നെ കണ്ട ജെഫറി. അത് മാത്രമല്ല ഈ നടുക്കത്തെ സാധനം എന്താ, എല്ലാത്തിനും ഒരു സ്പെഷ്യൽ എലിമെന്റ് ഉണ്ടല്ലേ. സാധാരണ ഫ്രൂട്ട് സാലഡ് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അടിപൊളി വരും. മധുര അടിപൊളി, തുടക്കം തന്നെ മധുരം. ഇതെന്താ ഇത്, എന്ത് ടേസ്റ്റ്? ഐസ്ക്രീം ആണോ? അല്ല, ഒരു ഫ്രൂട്ട് സാലഡ് ആയിരിക്കും അല്ലേ. ക്രീം ഉണ്ടോ? എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ, ഫ്രൂട്ട്സിന്റെ കൂടെ പാലും മിൽക്ക് മെയ്ഡ് ഇട്ടിരിക്കുമെന്ന് തോന്നുന്നു. ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും ചിരി വരില്ലല്ലോ. മിൽക്ക് മെയ്ഡ് ഉണ്ട്, അടിപൊളി. ബേസിക് കാര്യത്തിന് തന്നെ ഇത്രയും ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ഫ്രൂട്ട് ബോൾ വെറുതെ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് തന്നാൽ പോരെ, അതല്ല. അല്ലാത്ത പ്ലേറ്റിങ്ങും അതിലുള്ള ഒരു നടുക്കത്തെ ഒരു എലിമെന്റും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലേ. വാഴയില അടിപൊളി. രാവിലെ തന്നെ ഹാപ്പി. എന്റെ ഓംലെറ്റ് അകത്ത് ചീസ് കാണുമോ ഇല്ലയോ? എന്താന്നറിയില്ല, ജെഫ്രി ഫോക്കസിലല്ല. മുട്ട ഭയങ്കര ഫോക്കസ് ആവുന്നു, ജെഫ്രി ഒട്ടും ഫോക്കസ് ആവുന്നില്ല. ഒന്നുമല്ല, ഐഫോൺ ഒരു കുഴപ്പമുണ്ടാവാത്ത ഈ ഇഡലി ഇത്രയും ഭംഗിയായിട്ട് എവിടെയെങ്കിലും കാണുമ്പോൾ തന്നെ എനിക്ക് ഇഡലി കൂടുതൽ കഴിക്കാത്തതാണ്, പക്ഷെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. 3 ടൈപ്പ് ചമ്മന്തിയും അടിപൊളി. അപ്പൊ എൻജോയ്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പാൻ കേക്ക്. അപ്പൊ എന്റെ പാൻ കേക്ക് നല്ല ഭംഗിയായിരിക്കും. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആര്? നമുക്ക് വേണ്ട. ഇഡലിയോട് അവസാനിപ്പിച്ചാ പോയി. എങ്ങനെയുണ്ട്? എനിക്ക് ഞാൻ പറഞ്ഞതല്ലേ, ഇഡലി കഴിച്ചാൽ മതി കേട്ടോ. ഒരു ഇഡലി കഴിച്ചാൽ മതി. ഇപ്പൊ അയച്ചു കൊടുക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് കൊതിയാവാത്ത. ഇത്രയും ക്വാളിറ്റിയുള്ള പാൻ കേക്ക്സ് ഇങ്ങനത്തെ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. കഴിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഇറ്റ് ഗോയിങ് ടു ബി അമേസിംഗ്. അഭിപ്രായം പറയാൻ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ. സോഫ്റ്റ് ഫ്ലഫി മേപ്പിൾ സിറപ്പ് തന്നിട്ടുണ്ട്, ഒരു ഹണിയല്ല. സോ ആ ഒരു വാം സ്വീറ്റ് ഫ്ലേവർ. മേപ്പിൾ സിറപ്പാണ്, ഹണിയുണ്ട്, മേപ്പിൾ സിറപ്പും ഉണ്ട്. വാം സ്വീറ്റ് ഫ്ലേവർ, കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഇത് ഹാപ്പിയാണ്. ഇനി പരിപാടി എന്താണെന്ന് അറിയാം, ഭയങ്കര വെയിലാണ്. വേറൊരു കാര്യം ഞാൻ ഓർത്തു. നമ്മൾ
ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏത് വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓർമ്മയുണ്ടെങ്കിൽ, ഞങ്ങളൊരു ഹിന്ദി സ്പീക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ചല്ലേ ആയുള്ളൂ ഇന്ന് വ്ളോഗ്. ഇനി തൊട്ട് എനിക്കൊന്ന് ഇന്നൊരു ഫണ്ണിന് ഈ റിസോർട്ടിൻ്റെ ബാക്കിയൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ എനിക്കും പ്രിയക്കും ജെഫ്രിനും അങ്ങനെ കാര്യമായിട്ട് ഹിന്ദി ഒന്നും അറിയില്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റും നിങ്ങൾക്ക് ഒരു രസമായിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇനിയുള്ള ബാക്കിയൊക്കെ ഒരു ബ്രോക്കൺ ഹിന്ദിയിലായിരിക്കും സംഭവം. ആൻഡ് ഫസ്റ്റ് ഞങ്ങൾ പൂളിൽ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഉറങ്ങാം. അപ്പോൾ पहले हम स्विमिंग पूल जा रहा है और उसके बाद थोड़ा कैरम्स खेलेगा, क्योंकि जेफरिन बोला है कि जेफरिन कैरम्स का चैंपियन है. तो पहले स्विमिंग पूल, उसके बाद कैरम, उसके बाद खाना और उसके बाद ये पूरा रिसोर्ट दिखाएगा, थोड़ा ड्रोन शॉट्स और सब कुछ के साथ. एडजस्ट ചെയ്യണം, ഒരു തമാശക്ക് ചെയ്യുവാണ്. वेदु सिर्फ हिंदी में बात करना, ठीक है बोलो. हाँ शाशा, हिंदी शाशा. कम स्विमिंग जाएगा, स्विमिंग का कपड़ा ले लो. ओके प्रिया, सुप्रभात. ഓക്കെ ലിസൺ, നമ്മളൊരു വ്ളോഗിൽ ഹിന്ദി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ ഇന്ന് കറക്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ 3 പേരുണ്ട്, ഒരു ഫൺ ആയിട്ട്. ലെറ്റ് സി, നമുക്ക് ഹിന്ദി ഇംപ്രൂവ് ആവും, കാണുന്നവർക്ക് ഒരു തമാശയാവും നമ്മുടെ പൊട്ടത്തരമൊക്കെ കേട്ട്. സോ യു ആർ റെഡി? നോ, ഇനി ബാക്കിയുള്ള ഇന്നത്തെ ഫുൾ വ്ളോഗ് ഹിന്ദിയിലായിരിക്കും. അല്ല, ജസ്റ്റ് ഇന്നത്തെ വ്ളോഗ്. അയ്യടാ, ഇനി തുടങ്ങി. ആകെ കൂടെ ഇത് പറയപ്പെടുന്ന കഷ്ടപ്പാട് എനിക്കറിയാം. അത് നമ്മുടെ ഹിന്ദിയുടെ. ओके नाउ नो मोर मलयालम और इंग्लिश, पूरा हिंदी में बात करना है. जेफरिन भी हिंदी में बात करना है. वो हिंदी, उसका सेकंड लैंग्वेज हिंदी था कॉलेज में. जेफरिन आया है. नमस्ते. मैं फोन करके बोला था ना सिर्फ हिंदी में बात करने का. आओ चोर चपाती. वेदु भी हिंदी में बात करेगा. वेदु, जेफरिन और मैं अभी स्विमिंग के लिए जा रहा है एक बड़ा पूल में. ये छोटा पूल है, ये है मैं कल दिखाया था. तो आज हम बड़ा पूल में जाएगा. जेफरिन कुछ बोलो. जेफरी, बड़ा स्विमिंग पूल, बहुत धूप है, अभी 12 बजे है, लेकिन शायद उधर थोड़ा क्या उसको क्या बोलता है वो हिंदी में ही बात करना है. थोड़ा छाया, हाँ छाया होगा. वो छाया नहीं, शेड. शेड को हिंदी में छाया बोलता है. वे तो आओ. ये है यहाँ का सबसे बड़ा स्विमिंग पूल. उधर किड्स का पूल है, बच्चों का पूल है, और यहाँ बड़ों का पूल है. शायद 3 या 4 फीट होगा. डाइविंग मना है जेफरी. हैं? क्या तेरा पारा मत चलना, डायरेक्ट स्विमिंग पूल में चलना. ये लोग ना कुछ गेम नहीं खेल रहा है, सिर्फ मैं हिंदी में बात कर रहा है, ये सब मलयालम में बात कर रहा है. क्यों? मुझे हिंदी अच्छे से मालूम. तो अच्छे से बोलो. मैं बोलूंगी ना. हाँ, तो पहले हम कैरम खेलेगा. जेफरी को कैरम. जेफरी को पहले कैरम्स खेलता है. ये लड़का क्यों हिंदी नहीं बोल रहा? वो नहीं बोल रहा है. क्यों नहीं बोल रहा है? हमारे मातृभाषा मलयालम में. तो अब पहले स्विमिंग पूल में जाएगा या वो कैरम्स खेलेगा? അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സുല്ല് കളിയുടെ ഇടയിൽ ഒരു സുല്ല്. അപ്പൊ മലയാളം, ഹിന്ദി അറിയാത്തവര് മലയാളം മനസ്സിലാക്കണ്ടേ? അത് അപ്പൊ വേണമെങ്കിൽ ജെഫ്രി ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ നമ്മൾ പറയണത്. നോ നോ നോ, ഹിന്ദി ഹിന്ദി പടമൊക്കെ അല്ല. സുല്ലായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മലയാളം പറയാം. ഹിന്ദി ആയതുകൊണ്ട്. സുല്ലിന് ഹിന്ദിയാണോ മലയാളമാണോ? അത് എനിക്കൊന്ന് തെലുങ്കാന്ന് തോന്നുന്നു, അതോ കന്നഡയാന്ന് തോന്നുന്നു. മലയാളമാണ് സുല്ല്. ആ ഓക്കെ. ഞാൻ പറയുന്നത് അവർ നമ്മുടെ ഹിന്ദി പടമൊക്കെ നാട്ടിൽ അത്യാവശ്യം ഓടുന്ന ഒരു വ്ളോഗ് ഹിന്ദി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, നമ്മുടെ ആൾക്കാരല്ലേ. ओके. ओ ये पूल बहुत अच्छा है क्योंकि गर्मी नहीं है और ठंडा भी नहीं है. बहुत परफेक्ट क्लाइमेट है, टेम्परेचर है. जेफरी, बच्चे को लेकर इधर आ रहा. वेदु हम यहाँ खेलेगा. इधर आना. ये पूल सब कुछ ओपन है और अभी ज्यादा गेस्ट भी नहीं है, तो हमको
पूरा पूल हमारा ही है, हमारा बड़ा पूल प्राइवेट पूल है। क्या कुछ बोलना है तो बोलिए। क्या बोलूं मैं? क्यों ऊपर एक छतरी है, उसके नीचे एक छतरी है, क्यों दो छतरी है? ഒരു പാട്ടില്ലേ, നമുക്ക് കുറേ സിനിമ, ഹിന്ദി സിനിമകളുടെ പേര് പറഞ്ഞ് കളിക്കാം ഇതിന്റെ കൂടെ. क्या बोलती तू? तुम मुझसे बोलो क्या बोलती तू? क्या बोलती तू? मैं बोलूंगी, क्या मैं बोलूं? मुझे അപ്പൊ ജെഫ്രി പറയും, जफरी खेलो ये गेम। ജെഫ്രി बोलेगा, आती क्या कट्टाला। आमिर खान के जैसा जेफरिन, इसमें इस ब्लॉग अगले ब्लॉग में हिंदी में भी बात करना है और डांस भी करना है। ഡാൻസും കൂടെ ചെയ്യണല്ലേ? बच्चे लोगों बच्चे लोग बुला रहा है माता जी को भूख लग रही है. മാതാജി को എപ്പോഴും അത് തന്നെയാ പറയുന്നത്. മാതാജി को फुल टाइम भूखी है. भूखी है? हाँ भूखी भूखी है. हाँ. तो मुझे खाना खाना है अभी. तो आप लोग आओगे या नहीं? मैं जाऊँ? आधा घंटे और लगेगा. दिल्लू आपको लेवन और कुशन कौन है मालूम है? കുഷൻ അല്ല, നമ്മുടെ മറ്റേ സോഫയിലെ കുഷൻ അല്ല. लव और खुश. अच्छे कुशन बहुत पसंद है. वो खुश नहीं, लव और खुश वो शॉर्ट फॉर्म है. लव और खुश वो मेरा इमोशंस है. मैं सबको लव करता है. सब सभी खुश है. जेफरी तो पूल टाइम खत्म हो गया. खत्म हो गया. नेक्स्ट खाना, ओनली खाना. तो जल्दी नहा जल्दी नहा कर आना. ओके, सो स्विमिंग के बाद हम नहाकर सब लोग फ्रेश हो गया. और प्रिया, रूम कैसा है बोलो? बहुत अच्छा है. 5 स्टार क्वालिटी है या नहीं? 5 स्टार क्वालिटी है. 4 स्टार है? नहीं, 5 स्टार क्वालिटी है. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഹിന്ദി അവസാനിപ്പിക്കാം, കാരണം ഇനി ഫുഡ് റിവ്യൂ ആണ്. ഫുഡിന്റെ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ये सब आप हिंदी में बात करना. അല്ല, കഴിഞ്ഞല്ലോ. मैं बोल रहा है अभी हम हिंदी खत्म करेगा. ओके, क्योंकि क्योंकि अभी खाना खा रहा है और खाना खाने के बाद हम लोग मलयालम में बात करेंगे. नहीं, खाना खाने के पहले, क्योंकि अच्छे से फूड रिव्यू करने के लिए मलयालम ही ठीक है. हिंदी में नहीं आएगा, फील नहीं मिलेगा. അപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒരു ഫണ്ണിന് ചെയ്ത് നോക്കിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഞാനും പ്രിയൻ ജെഫ്രിനും വേറെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ, ചിലപ്പോൾ അന്തും മേരിയാനൊക്കെ കാണും, ഒരു വ്ളോഗിൽ ഫുൾ ഹിന്ദി ആയിട്ട് ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വലിയൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാനല്ല, ഐ ഗൈസ് എൻ്റർടൈൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ബാക്കിയുള്ള ഇനി നമ്മുടെ ഫുഡും ഇനിയുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ മലയാളത്തിലായിരിക്കും. അതൊന്നും കൂടെ ഹിന്ദിയിലേക്ക് പോകണം. ഇത് താലി മീൽസ് ആണ്. നല്ല കോപ്പർ പ്ലേറ്റിലൊക്കെ തന്നിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉള്ള പ്ലേറ്റ് ഉണ്ട്. ഇത് ഫിഷ്. ഓക്കെ, ചോറ്, നല്ല പപ്പടം, പൊറോട്ട, ചിക്കൻ കറി, പുളിശ്ശേരി, മഷ്റൂം ഉള്ളി തീയൽ, ഇത് തോരൻ, ഇത് സാമ്പാർ, അവിയൽ, ആൻഡ് ഇത് ഒരു ഗ്രിൽഡ് ഫിഷ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചമ്മന്തി ഉണ്ട്, പിക്കിളുണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. ഇനി വല്ലതും വേണോ ജെഫ്രി? ഞാൻ കഴിച്ചോട്ടെ. കുറച്ചും കൂടി ഹിന്ദി സംസാരിക്കണം. ഇതെങ്ങനെ മലയാളത്തിൽ പറയും? പിന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയേണ്ട ടേസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് ഇന്ത്യൻ ഇവിടുത്തെ അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത് കാണിക്കാതിരുന്നത്. ഇന്ന് വിശാലമായിട്ടിരുന്ന് കാണിക്കാമല്ലോ. തുടങ്ങാനായിട്ട് മോരും കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, എന്താ അടിപൊളി. സംഭാരം, നല്ല കിട്ടില്ല സംഭാരം. ഇഞ്ചിയും കരിവേപ്പിലയും മുളകും. സംഭവം എന്തൊക്കെ വന്നാലും സംഭവമല്ല, കേരള ഫുഡ് സംഭവം. എൻ്റെ ജെഫ്രൻ ആദ്യമേ ചോറ് കഴിച്ചു, ഞാൻ ആദ്യമേ പൊറോട്ട കഴിക്കാൻ പോവാം. എന്താ ടെക്നീക്ക് എന്നറിയോ? പെട്ടെന്ന് വിശപ്പ് അല്ല, ഞാൻ പറയട്ടെ, ചോറ് ചൂട് കുറച്ച് ആറിയാലും കുഴപ്പമില്ല, പൊറോട്ട ആറിയ സുഖം കാണില്ല. അതുകൊണ്ട് എൻ്റെ ടെക്നീക്കാണ്. ഇതൊക്കെ കണ്ടു പഠിച്ചോ? നല്ല പൊറോട്ടയും ചിക്കൻ കറി. ഒരു പൊറോട്ട ഒന്നും കഴിച്ചാൽ എൻ്റെ വയറൊന്നും അറിയില്ല പ്രിയ. 3 എണ്ണം കഴിച്ചാലും അറിയില്ല. ഓക്കെ, നൈസ് ക്രിസ്പി ഫ്ലേക്കി പൊറോട്ട. അതിൻ്റെ ചിക്കൻ കറി പക്ക നാടൻ, ഒരു നാടൻ സ്റ്റൗവിലൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റാണ്. അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ആൻഡ് ഡെലിഷ്യസ്. ഓഫ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ടേസ്റ്റ് ചിക്കൻ കറി. ചിക്കൻ കറി തൊടണ്ട, പൊറോട്ടയുടെ കൂടെ തന്നെ കഴിച്ചാൽ മതി. അത്ര അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ്. ഞാൻ മിക്ക ഫുഡിനും അടിപൊളി സംഭവം എന്നൊക്കെ പറയാറുണ്ട്, എൻ്റെ ചെടിയുടെ ഒപ്പീനിയാണ്. പക്ഷെ ചിലത് ഞാൻ വേറെ ലെവലാന്ന് പറയും.
ചിലത് ഞാൻ കഴിച്ചാലും വൺ ഓഫ് ദി ബെസ്റ്റ് ആന്ന് പറയും. ഇതിലെ ബാക്കിയൊന്നും എനിക്കറിയില്ല. ചിക്കൻ കറി, പൊറോട്ടയും ചിക്കൻ കറി ഞാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഐ എവർ ഹാഡ്. സാധാരണ നാടൻ ചിക്കൻ കറിയാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. സിംപ്ലിസിറ്റിയാണ് എൻ്റെ ഹിറ്റ്. ഇതൊന്ന് കഴിച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ. ഭയങ്കര ടേസ്റ്റ്. പൊറോട്ടയും എല്ലാത്തിനും ഒരു തീരുമാനമായി. പക്ഷെ ഇതിലെ സംഭവം എനിക്ക് തോന്നി ഉള്ളിത്തീയലായിരിക്കും തോന്നുന്നത് കണ്ടിട്ട് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയൽ. അതും ചെറുള്ളിയും കൂടെ ആകുമ്പോൾ സാധാരണ ഉള്ളിയെ കാട്ടി ഒരു 10 ഇരട്ടി ഫ്ലേവർ ഉള്ളതല്ലേ. സാധാരണ ഉള്ളിത്തീയലും കുറച്ച് പപ്പടവും വെച്ച് കഴിച്ചു നോക്കാം. വേറെ ഒന്നും വേണ്ട, നോൺ വെജ് പോലും വേണ്ട. ഐ കാൻ ബിലീവ് ഐ എം സേയിങ് ദിസ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ തായ് വെജ് കറി അടിപൊളിയായിരുന്നു എന്ന്. ഉള്ളിത്തീയൽ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുക്കാം. ആ ഗ്രേവി എടുത്താൽ മതി കൂടുതൽ. പീസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് പീസിനും ഗ്രേവി ശരിക്കും മുക്കിക്കുക. ഭയങ്കരല്ലേ? അതേ പറഞ്ഞത് എന്താ സംഭവം എന്നറിയില്ല. നല്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. പറഞ്ഞില്ലേ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. പാലട പായസത്തിൽ വേറെ ഒരു ട്വിസ്റ്റാണ്. കിസ്മിസും അതൊക്കെ കാണാം, നല്ല സൈഡിൽ വെച്ചിരിക്കുക. അതിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഡെക്കറേഷൻ അല്ല, ഇതുവരെ കണ്ട പപ്പടം പണ്ട് പ്രിയ അങ്ങനെയല്ല പപ്പടം പായസത്തിൽ കഴിക്കില്ല. അതുകൊണ്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ പപ്പടം വെച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി ബ്രില്യൻ. ഒരു മജീഷ്യനാണ് കേട്ടോ ഇവിടുത്തെ ഷെഫ്. ചെറുതായിട്ട് സ്പൈസസ് ഒക്കെ ഇട്ടേ കിസ്മിസും പഴം മാത്രം മതി. പായസം എന്തായിരിക്കും? പായസം നോക്കട്ടെ. ഫേവറേറ്റ് ആണ് എനിക്ക് തോന്നുന്നു. എല്ലാ മലയാളീസിൻ്റെ ഫേവറേറ്റ് ആയിരിക്കും പാലട പായസം. കണ്ടൻസ് മിൽക്ക് ഒന്നും ഇട്ടിട്ടില്ല. പാല് ഇങ്ങനെ കുറുക്കി കുറുക്കി കുറുക്കിയുള്ള തിക്നെസ് ആണ്. ആൻഡ് കിട്ടിലും പാലട പായസം കുറച്ച് കാഷ്നട്ടൊക്കെ ഉണ്ട്. ഒരു കളർ എനിക്ക് തോന്നുന്നു കാരമലൈസ് ഷുഗർ ഇട്ടുകൊണ്ടായിരിക്കും കളർ ഇട്ടിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ് ആൻഡ് പെർഫെക്റ്റ് എൻഡിങ് ടു ദിസ് മീൽ. ആൻഡ് ദ വെദർ ഈസ് ഓൾസോ ഗെറ്റിംഗ് പെർഫെക്റ്റ്. മിക്കവാറും വൈകുന്നേരം ഒരു മഴയൊക്കെ പെയ്യും. അപ്പോൾ പ്രിയ തുടങ്ങിക്കോ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, ജസ്റ്റ് ആ ചിക്കൻ കറിയുടെ ഗ്രേവി മാത്രം ഇട്ട് നോക്ക്. പുളിശ്ശേരി ഇട്ടണോ? വേണ്ട, ഇത് മാത്രം ഇട്ട് കഴിച്ചോ. അത് എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോ. ഞാൻ ഓഫ് ചെയ്യാൻ പോകും ക്യാമറ. ഇത് മാത്രം ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം. കുറച്ച് പപ്പടവും. ഒരു ക്രൂസ് ഓടിക്കാം എന്റെ വായിക്ക്. ഓർമ്മിപ്പിക്കല്ലേ? അത്രയും വെള്ളമുണ്ട്. ചമ്മന്തി എടുക്കണോ? ഒന്നും വേണ്ട. പിക്കിൾ എടുക്കണം. ഒന്നും വേണ്ട. പിക്കിള് ഇതിന്റെ കൂടെ ഒന്നും പാടില്ല. സാധാരണ നാടൻ ചിക്കൻ കറി. Oh my god, this is so tasty. അതേ പറഞ്ഞ ഈ കറിയില് ചിക്കന്റെ പീസ് ഒന്നും വേണ്ട, ആ ഗ്രേവി മാത്രം മതി. സാധാരണ ചിക്കൻ കറി ഒരിക്കലും ഓർഡർ ചെയ്യാത്തതാ. ഇത് ഇവര് തന്നോണ്ട് ചോദിച്ചു. പക്ഷെ ഇത്രയും ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല അല്ലേ? ബാക്കി അപ്പൊ എല്ലാം അതുപോലെ തന്നെയാണ്. പായസവും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം കഴിച്ച് എൻജോയ് ചെയ്തോ. ഷീറ്റ് എടുക്ക്, ഷീറ്റ് പുതുക്ക്. കംഫി കംഫി അപ്പ വേത് സ്ലീപ്പിംഗ്. എങ്ങനെയാ? പക്ഷെ ഇത് നോക്കിക്കേ, ഇത് കാണണോ അതൊക്കെ കിടക്കണം. അതൊക്കെ കിടന്നുകൊണ്ട് കാണാം. എന്തൊരു വ്യൂ ആന്ന് നോക്ക്. ഗ്ലാസിനൊക്കെ ക്ലെൻലിനെസ്. ഗ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാൻ പറ്റില്ല. എന്തായാലും ഇത് കണ്ണുകൊണ്ട് ഉറങ്ങാം. ഇനി ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. നല്ല കിട്ടില്ലനായിട്ട് ഉറങ്ങി. ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴയും തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് അമേസിങ് ആൻഡ് ബ്യൂട്ടിഫുൾ. പക്ഷേ എനിക്കിവിടെ ഫിഷ് ഫീഡിങ്ങും ഡക്ക് ഫീഡിങ്ങും ഇവിടെ ഭയങ്കര നല്ലൊരു ബാക്ക്വേർഡ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയെങ്കിലും കാണിക്കണമെന്നുണ്ട്. നോക്കട്ടെ, മഴ കഴിഞ്ഞാൽ എന്തായാലും കാണിക്കാം. എൻ്റെ ഇടയ്ക്ക് ഒരാള് എന്ന് ഉറങ്ങിയില്ല. സദ്യയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിപ്പാ. എനിക്ക് തോന്നി ഫുൾ ചോറും കഴിച്ചോ? ആ, നമുക്ക് ഊഞ്ഞാലൊന്നും പോയി ഇരിക്കാൻ പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യും വൈകുന്നേരം? പക്ഷെ ഇതൊരു ഫീൽ തന്നെയാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്. മഴയാണെങ്കിലും നമുക്ക് വേദുവിന് ഫിഷിന് പാപ്പം കൊടുക്കണം എന്ന്. അപ്പൊ എന്തായാലും അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ കുട വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ മഴ ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ലോണിലിരുന്ന് കാണിച്ചു തരാം. അങ്ങ് അറ്റത്ത് അവിടെ കണ്ട ലൗഞ്ച് ചെയറും പൂൾ ചെയർ പോലത്തെ ഒക്കെ സംഭവം ഉണ്ട്. നേരെ ബാക്ക് വാട്ടേഴ്സിനെ ഫേസ് ചെയ്തിട്ടാണ്. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് കോഫി സ്പോട്ട്.
ശരിക്കും ഒരു അടിപൊളി ഫീലാണ് കണ്ട. മഴയില്ലെങ്കിൽ ബെസ്റ്റ് സ്ഥലമാണ്. എന്തായാലും നമുക്ക് ഡക്കും എവിടെ? ഡക്കിനും ഫിഷിനും ഫുഡ് കൊടുക്കണം. പിന്നെ ഹാമക്കിലൊക്കെ കിടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, മഴയായി പോയി. ഹലോ, ഞാൻ വേദുവിനെ ഇരുത്താനാ പറഞ്ഞേ. അതാണ് വേദുവിനെ ഞാൻ ജെഫിന്റെ കയ്യിൽ ഇരുത്തിയിട്ട് ഞാൻ കയറിയിരുന്നു. എത്ര കാലം ഊഞ്ഞാലൊക്കെ ആടിയിട്ട്. അത് ഈ കയറുള്ള ഊഞ്ഞാലൊക്കെ ശരിക്കും ഒരു നോസ്റ്റാൾജിക് മെമ്മറിയാ. എനിക്ക് ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ ആടുമ്പോ ഓണമൊക്കെ അത് ഓണത്തിന് മാത്രമേ എല്ലാരും ഊഞ്ഞാലൊക്കെ ആടുന്ന അത് നമ്മുടെ ഒരു മൈൻഡിൽ കയറിയതാ. ജെഫ്രിന് ആടണമെന്നുണ്ടോ? ഹായ്, നമസ്കാരം. ഫുഡ് ഉണ്ടോ? വേദുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഫിഷ് ഫീഡിങ്. വേദു പാപ്പ എടുക്ക എവിടെ? ബ്രെഡ് ആണോ കൊടുക്കുന്നത് ഫിഷിന്? ഫിഷ് ഫുഡ് ഉണ്ട്, പക്ഷേ വേദുവിന്റെ കയ്യിൽ ആവാതിരിക്കാനോ? കഴിക്കോ ബ്രെഡ്? കഴിക്കും. ഓക്കെ, പാപ്പം കൊടുക്കോ? വേദു കണ്ടോ എത്ര പാപ്പ നോക്ക്, എത്ര ഫിഷ്. ഓ, അത് അവിടെ പോയി. അയ്യോ, അവിടെ വന്നില്ല ഫിഷ്, അവിടെ വന്നില്ല. ജമ്പിങ് ഫിഷ് ആയതു. ഗോൾഡൻ ഫിഷ് ആണ്. ഇത് കുട്ടികൾക്കൂടെ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലേ? കുറെ നേരം ഇരുന്നോളൂ. ഈ ഡക്ക് അറ്റാക്ക് ചെയ്യോ? ഇല്ല. ഇല്ലേ? എന്നോട് ഇവിടെ ഒന്നും താമസിച്ച ആരോ പറഞ്ഞു ഡക്ക് അവരെ ഓടിച്ചു വിട്ടു. ഇപ്പം ബേബീസ് ഉണ്ടല്ലോ കൂടെ, കുറച്ചൊന്ന് പ്രൊട്ടക്റ്റീവ് ആണ്. ഞാന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ ഡക്കിന്റെ പുറകെ കൂടെ ഇങ്ങനെ പതുങ്ങി നടക്കായിരുന്നു. അത് അയ്യോ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് ഓടായിരുന്നു. ചിലപ്പോ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്രിയായിരിക്കും ഓടിയത്. ഡക്കിന്റെ കാര്യം പറഞ്ഞു. ഇനി ഡക്ക് കഴിക്കോ നോക്കാം ഫുഡ്. കണ്ടാ ഞാൻ ആദ്യം ഒരു പാമ്പിന്റെ സൗണ്ട് ആണല്ലോ ഇന്ന്, ഹിസ്സിങ് സൗണ്ട്. ബ്രെഡ്. അയ്യോ, കണ്ടാ വേദു? വേദുവിനത് ഡക്ക് തന്നെയാണ്, ഗൂസ് ആണെങ്കിലും. കണ്ടാ പാപ്പം കഴിക്കുന്ന കണ്ടാ? പേടിപ്പിക്കാനായിരിക്കും. പേടിച്ചു വന്നിട്ട് ഇതാ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല അല്ലേ? ഇപ്പൊ വിശ്വസിച്ചു. അത് പ്രൊട്ടക്ട് ആവുന്ന അല്ലേ? ഇതാണ് സ്പാ ഏരിയ. പ്രിയ, യു ലവ് ദിസ് ഏരിയ. കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. ഇത് നോക്ക്, കേറുമ്പോ തന്നെ 4 കെട്ട് അല്ലേ? പ്രോപ്പർ 4 കെട്ട്. ഭയങ്കര ഫീൽ ആട്ടാ. എനിക്കൊന്ന് സ്പാ ആണ് നിങ്ങളുടെ മെയിൻ സംഭവം തോന്നല്ലേ? ഇത്രയും വലിയ സ്പാ റൂം ഒന്നും കണ്ടിട്ടില്ല. അതെ പ്രിയ, കപ്പിൾ മസാജ് ആണ്. നല്ല മണം. അത് മാത്രമല്ല കപ്പിൾ മസാജ് ആണ്. അപ്പൊ ഞങ്ങൾ എടുക്കട്ടെ, വിട്ടോ. ഇത് നിങ്ങളാ? ഓ, ജിമ്മിന്റെ പേര് ആരോഗ്യ. അല്ലേ? ഇത് അത്യാവശ്യം നല്ലതാണ് ജെഫ്രി അല്ലേ? ഞാൻ വിചാരിച്ചു മറ്റേ സാധാരണ നമ്മൾ പോകുമ്പോ കാണില്ലേ, ഒരു വർക്ക് ചെയ്യാത്ത ഇതിന്റെ ഒരെണ്ണം കാണും, പിന്നെ ഒരു വർക്ക് ചെയ്യാത്ത ത്രെഡ്മിലും കാണും. പക്ഷെ ഇവിടെ എല്ലാം ഓക്കെയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞങ്ങള് രാവിലെ വന്ന് ചെയ്യുന്നത് ചെയ്യില്ല. ഞങ്ങള് രാവിലെ വന്ന് ചെയ്തു. പ്രിയ അറിയാനേ, ആരെ യോഗ ചെയ്യാതിരിക്കുന്ന ഇവിടെ വന്നു കഴിഞ്ഞാ എടുക്കുമെന്നാ ഒരു 50 സൂര്യമസ്കാരം എടുക്കുവോ? അതെ, അതിന്റെ ബാക്കിൽ നോക്ക്. ശരിക്കും ബാക്കിൽ റിയലി ഫുൾ ചെടികളൊക്കെയാണ്. ഇത് ആക്ച്വലി വെൽനെസ് റിട്രീറ്റ് തന്നെയാണ്. അതാണ് അവർ ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മസാജിനും യോഗയ്ക്കും ഇൻഡോർ ആയിട്ടും പക്ഷെ ഒരു ഔട്ട്ഡോർ ഫീലിംഗ് ആയിട്ടുള്ള ഒരു യോഗ റൂമും അതുപോലെ തന്നെ 9 മസാജ് റൂംസ് ഉള്ളത്. 8 അല്ലേ? 9 മസാജ് റൂംസ്. വെരി നൈസ്. ഇവിടെയും ഫാൻസും ലൈറ്റ്സ് ഒക്കെ ഭയങ്കര ഫീല്. ആഹാ, എന്തൊരു സുഖം അല്ലേ? ഒരു പ്രശ്നമുണ്ട്, വെള്ളം തെങ്ങാണേ. ഉണ്ട്, 2 തടം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറ സൈഡില്ല. ഒരാള് കിടന്നിട്ട് എഴുന്നേക്കാൻ വയ്യ. ഭയങ്കര ഫീൽ അല്ലേ? കറക്റ്റ് പൊസിഷനിലൊക്കെ വൈരാഗ്യം ഉണ്ടോ?
അല്ല ഞാൻ തല ഭാഗ്യത്തിൽ ഇപ്പുറത്താ വെപ്പിച്ച്, അല്ലെങ്കിൽ തേകോല വീടായിരുന്നെങ്കില. ഇനി പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞാൽ മാറുമില്ല. നടന്ന് തിരിച്ചു വന്നപ്പോ സ്നാക്ക് എന്താ പ്രിയ? എനിക്ക് വേണ്ടിട്ടാണ് തോന്നുന്നു. ഇനിയിപ്പോ ഒന്നും വേണ്ട. പക്ഷെ പഴംപുരിയിൽ തന്നെ പ്ലേറ്റിംഗ് ഭംഗി നോക്ക്. ഇതുണ്ട് ഷുഗർ പൗഡർ ഒക്കെ ഇട്ട് വാഴയിലൊക്കെ വെച്ച് അടിപൊളി. നഗറ്റ്സ് വേദൂന്. നമ്മുടെ ഡ്രിങ്ക്സാ. എനിക്ക് കോൾഡ് കോഫി, ജെഫ്രി ലൈം ടീ, പ്രിയക്ക് കോഫി. കുളിക്കല്ലോ, പിന്നെ പൊളിക്കാം. വെളിയിലിരിക്കാം അല്ലേ? പഴംപുരി എങ്ങനെയുണ്ട്? ക്രിസ്പിനെസ് പോയിക്കാണോ എ സിയിൽ? ഇല്ലേ? ആണോ? കൊള്ളാവോ? രണ്ടുപേരും ഒരുമിച്ചാണല്ലോ മൂല്യം. അത് നമ്മുടെ ഒരു മെമ്മറബിൾ കോഫി സ്പോട്ട് തന്നെയാണ് ഇത്. ഇന്നലെ നമ്മള് വെളിയിലായിരുന്നു, ഇന്ന് അകത്ത്. പക്ഷെ എന്നാലും വ്യൂ മാറിയിട്ടില്ല. അടിപൊളി. ഞാൻ കോൾഡ് കോഫിയാണ്. ഞാൻ കുടിക്കും. എന്താ കുടിക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞല്ലോ. എന്റെ പൊന്നു, ഞാൻ അങ്ങോട്ടേക്ക് വീഴാ. ഒന്നുമില്ല, ചുമ്മാ ഡയറ്റ് ചെയ്തോണ്ടാ. പഴംപൊരി പിടിച്ചോണ്ടാ പറയുന്നത്. ഈ റിസോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ 2 days വേണം. കാരണം നമ്മൾ ഇവിടുന്ന് വെളിയിലേ ഇറങ്ങിയിട്ടില്ല. പക്ഷെ കുമരകം ഇല്ല പ്രിയ കുമരകം ഇല്ലേ? ഫുഡിന് അടിപൊളിയാണ്. നമ്മൾ ഈ കാലിക്കട്ടും അതൊക്കെയല്ലേ കൂടുതൽ ഫുഡി സ്ഥലം. കുമരകം നാടൻ ഫുഡിനാണ്. നമുക്ക് എന്തായാലും വന്ന് ചെയ്യണം കേട്ടോ. കുമരകത്ത് ഒരു ഫുഡ് ബ്ലോഗ് നമ്മൾ ഡെഫിനറ്റ്ലി വന്ന് ചെയ്യും. ഇങ്ങനത്തെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ 2 days ഇതിന്റെ വെളിയിൽ ഇറങ്ങാതെ ഫുൾ ഇവരുടെ ആംബിയൻസും ഇവരുടെ അമ്യൂണിറ്റീസും ഒക്കെ എൻജോയ് ചെയ്യുക. ഫുഡും ഇതുപോലെ കോഫിയും ചാരിക്കടന്ന് പഴംപൂരിയും കുറെ നേരം കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുക. പിന്നെ മേളിലത്തെ സ്വിമ്മിംഗ് പൂളിൽ പോവാം. ഇവിടെ ഗെയിം ഏരിയ ഉണ്ട്. ജസ്റ്റ് വാക്ക് അറൌണ്ട്. മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി. സോ ഇതാണ് ചെയ്യേണ്ടത് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സൈറ്റ് സീയിങ് പോകുമ്പോൾ ഇഫ് യു നോട്ട് ഗോയിങ് ടു സ്പെൻഡ് മച്ച് ടൈം ഇൻ ദ റൂം, അപ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ട്സ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാനും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു അത്യാവശ്യം ക്ലീൻ ആൻഡ് സ്പേഷ്യസ് റൂം മതി. പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ വെക്കേഷൻ എൻജോയ് ആണെങ്കിൽ ഇതുപോലത്തെ കിഡിലൻ റിസോർട്ട്സ് തന്നെ വേണം. ആൻഡ് പ്രൈവറ്റ് പൂൾ ഉണ്ടെങ്കിൽ അത്ര അടിപൊളി. ക്യാരംസ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഇവിടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്. രണ്ടുപേർക്കും ഒരേ ചായമാണല്ലോ. എടുക്ക്. ഒന്നും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കില്ല കേട്ടാ. വേഗം പോയി എടുക്കില്ല. പിന്നെ ഇതുണ്ട്, ബാറ്റ് ഉണ്ട്, ഷട്ടിൽ ഉണ്ട്, ഇത് പൂളി കളിക്കാനുള്ള ബോൾ ഉണ്ടായിരുന്നു, സ്ക്രാബിള്, ഷട്ടിൽ കോക്ക് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല അല്ലേ? ഇനി വരാലോ. ഏത്? ഓ, ചൂണ്ടയുണ്ടല്ലേ? അത് ചെയ്യായിരുന്നു. ഇടാറിയോ? കഴിക്കാറിയാ? അതെ, ഡയലോഗ് അടിക്കാന്ന് പറഞ്ഞ അടിച്ചു നോക്കട്ടെ. 3 ചാൻസ് വരും. അതൊന്നും കുഴപ്പമില്ല. 3 ചാൻസിൽ ഏതെങ്കിലും ഒരെണ്ണം വീഴ്ത്തുക. തുടക്കം തൊട്ട് വെക്കുക. നോക്കട്ടെ. 3 ചാൻസ് അല്ലേ? ഇതിന് ഭയങ്കര ഇഷ്ടമാണ് എടുത്തെറിയാൻ. കൈമാറ്റ്. ജെഫ്രിൻ, ആദ്യമേ ജെഫ്രിൻ അങ്കിള്. കൈമാറ്റ് ചെയ്തു. ഇല്ല, 1 ഫുൾ തള്ളായിരുന്നു എനിക്ക് തോന്നി. വേദു കൈ കളാ മാറ്റ്. വെയിറ്റ്, ജെഫ്രിൻ അങ്കിള് ചെയ്യുമെന്ന് നോക്കട്ടെ. 1 ഓ 3 വേണ്ടല്ലോ, ഒറ്റ ചാൻസ് തീർത്ത്. ജെഫ്രി ആളെ നോക്ക്. മിനിയൻ എടുത്തോണ്ട് വന്നിരിക്കും. നോക്ക് പറയാ. കഴിച്ചിട്ട് കൊണ്ടുവെക്കാം. നമ്മള് രാത്രി മറ്റേ കോണ്ടിനെന്റിൽ തന്നെ പിടിച്ചു. ഉച്ചയ്ക്ക് വെസ്റ്റേൺ ആയിരുന്നില്ലേ? നോർത്ത് ഇന്ത്യൻ ചോദിച്ചു. മറ്റേ നോർത്ത് ഇന്ത്യൻ ബട്ടർ ചിക്കൻ അതൊക്കെ ആയിരിക്കും. ഇതാകുമ്പോ വെറൈറ്റി നമുക്ക് ഷെഫിന്റെ ഇത് കാണാമല്ലോ. ഇത് ആക്ച്വലി ഒരു ബ്രുഷറ്റ പോലെയാണ്. തിൻ ഗാർലിക് ബ്രെഡ് വിത്ത് സം ചെറി ടൊമാറ്റോസ് ആണെന്ന് തോന്നുന്നു. അടിയിൽ കുറച്ച് സാൽസയൊക്കെ പോലെ. ഒരു ടൊമാറ്റോ ജ്യൂസ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയ പോലെയാണ്. പ്യൂരിയാണ് മുകളിൽ. ചീസൊന്നും ഇല്ല, അതുകൊണ്ട് അത്ര ഹെവി അല്ല. നല്ല ടേസ്റ്റ്, വെരി ലൈറ്റ് ഓൾസോ. ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ? ഷെഫ് എല്ലാവരോടും വന്ന് ചോദിച്ചു. നമ്മുടെ എല്ലാ ഗസ്റ്റിനോടും ഓരോ മീൽ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന്. ഓബ്വിയസ്ലി ഇത് ബി എത്ര എക്സ്പീരിയൻസ് ആയിട്ടും ഗസ്റ്റിനോട് പേഴ്സണലി ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്നതിന് ഒരു ബിഗ് ടിക്ക് മാർക്കാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഡിന്നർ വാസ് വെരി ഹെവി എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാ കോഴ്സും ഹെവി ആയിരുന്നു. സൂപ്പിൽ ക്രീം ഉണ്ടായിരുന്നു, അതിന് പിസ്സ ഭയങ്കര ഹെവി ആയിരുന്നു, അങ്ങനെയൊക്കെ ഹെവി ആയിരുന്നു. പക്ഷെ എല്ലാം ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെഫിനോട് പറഞ്ഞു, ഷെഫ് എന്തെങ്കിലും നമുക്കൊരു ഹെവി അല്ലാതെ പക്ഷെ എല്ലാ മീൽസും എല്ലാ കോഴ്സും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഷെഫ് പറഞ്ഞു എന്നാൽ ഞാനൊരു അടിപൊളിയായിട്ട് ചെയ്തു തരാമെന്ന്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ആൻഡ് പെർഫെക്റ്റ് വേ ടു സ്റ്റാർട്ട് ദ മീൽ. ഒരു ലൈറ്റ് സ്റ്റാർട്ടർ. ഞാൻ പറഞ്ഞത് ഇന്ന് കറക്റ്റ് അല്ലേ ക്വാണ്ടിറ്റി? ഇത് മതി, ഇതേ പറ്റുള്ളൂ. ഇത് സൂപ്പാണ്. പക്ഷെ എങ്ങനെയാ സൂപ്പ് ആവുന്നത്?
എന്തെങ്കിലും മിക്സ് ചെയ്യായിരിക്കും. ഇപ്പൊ വരും. ചൂടുവെള്ളം ഒഴിക്കും. അല്ല നോക്കിക്കോ, ഇൻസ്റ്റോൺ സൂപ്പാണ്. താങ്ക് യു. സോ ഇത് ആക്ച്വലി തിക് ടൊമാറ്റോ ബേസ്ഡ് സൂപ്പ് ആയിരിക്കും. ഇറ്റാലിയൻ ആണ്. പെർഫെക്റ്റ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ കിട്ടും. ഇതിലൊരു ക്രിസ്പി എലിമെന്റും വരും. So nice, huh? ഞാൻ I like that പറഞ്ഞില്ലേ, സംഭവമാണ് ഷെഫ്. nice presentation. നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ ദേ വിൽ ബി ഗുഡ് ഷെഫ്സ്. കാരണം ഇപ്പോൾ ഒരു ചില്ലി ചിക്കൻ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ഡിഷ് ചെയ്താലും ദേ വിൽ ബി എ ഗുഡ് ഷെഫ് വെൻ അതിൽ അവരുടെ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വെൻ ദേ ഡു സംതിങ് ഇന്നോവേറ്റീവ് വിത്ത് എ നോർമൽ ഡിഷ്. ഇപ്പോൾ നാടൻ ചിക്കൻ കറിയിൽ തന്നെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വെൻ ദേ മേക്ക് ദ ഡിഷ് ദർ ഓൺ, അപ്പോഴാണ് ആ ഒരു ഷെഫിൻ്റെ ഗ്രേറ്റ്നെസ് അറിയുന്നത്. ഇവിടുത്തെ ഷെഫ് ഇസ് ഡൂയിങ് ദാറ്റ്. എല്ലാത്തിനും ഒരു ഷെഫിൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഉച്ചത്തെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് മാറിയോ പ്രിയമായെന്ന്? ജെഫ്രിന്റെ മാറിയോ? ബാക്കിയുണ്ടെന്ന് ചോദിക്കാം. ചിക്കൻ കറി മാത്രമോ? ഞാൻ പുളിശ്ശേരി എന്തായിരുന്നു? എനിക്ക് പക്ഷെ ചിക്കൻ കറി സ്റ്റാൻഡ് ഔട്ട് ആയി തോന്നി. ഞാൻ പായസത്തിന്റെ പ്രസന്റേഷൻ എപ്പോഴെങ്കിലും മറക്കോ? ചിക്കൻ കറി കാരണം എനിക്ക് ഫിഷ് ഇടാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ശരിക്കും ഒരു തിക്ക് ക്രീമി ടൊമാറ്റോ ആണ്. നമ്മളിത് പൊട്ടിച്ചു കഴിയുമ്പോൾ അതിലുള്ള ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടും. പ്ലസ് ഇതിലൊരു ഗാർലിക് ബ്രെഡ് ഉണ്ടായിരുന്നു. ഗാർലിക് ബ്രെഡ് അല്ല, ഒരു ഇതുപോലത്തെ ഒരു ഫ്രൈഡ് സംഭവം ഉണ്ടായിരുന്നു. എന്റെ പ്ലേറ്റിലുണ്ട്. അതെ, ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊട്ടിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള സോൾട്ട് സ്പൈസിനെസ്സും കിട്ടും. സോ എവറിത്തിങ് ഇൻ ദ പ്ലേറ്റ് ഹാഡ് എ മീനിങ് ആൻഡ് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ് ആൻഡ് പെർഫെക്റ്റ് ക്വാണ്ടിറ്റിയാണ്. അത് മെക്സിക്കനിലേക്ക് പോയിട്ടുണ്ട്, ചിക്കൻ കേസരിയ. പക്ഷേ നല്ല പ്ലേറ്റിംഗ്. അതൊന്ന്. രണ്ടാമത് ആലപ്പീനോസ്. ഇറ്റ്സ് സപ്പോസ് ബി സ്പൈസി. സോ മേ ബിൻ്റെ അകത്ത് അത്രയും സ്പൈസി ആക്കി കാണില്ല. ഇഫ് യു വോണ്ട് യു ക്യാൻ ജസ്റ്റ് ഹാവ് എൻ ആലപ്പീനോ. ഈ കേസരിയ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചീസിയാണ്. ഇറ്റ്സ് സോ ചീസി. ഇറ്റ്സ് ലൈക്ക് പെർഫെക്റ്റ്ലി ടോസ്റ്റഡ് ബ്രെഡ്. സോ മച്ച് ഓഫ് ലവ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഫുഡിലൊക്കെ. ആ ഒരു പ്രസൻറ്റേഷനിലും ആ ഒരു എന്താ പറയുന്നത് ക്വാളിറ്റിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ചീസി, ഫിൽ ടു ദ ബ്രിം വിത്ത് ചിക്കൻ, കുറച്ച് ക്യാപ്സിക്കംസ്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ആലോപ്പീനോസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പൈസി വരും. ഫൈനലായിട്ട് നമ്മുടെ മെയിൻ കോഴ്സ് വന്നിരിക്കുന്നത് ഹണി മസ്റ്റേർഡ് ചിക്കനാണ്. അത് നല്ല ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പെർഫെക്റ്റ് മീലല്ലേ എല്ലാം കൂടെ. ചെറിയ സ്റ്റാർട്ടർ, ചെറിയതായിട്ട് ആപ്പറ്റൈസർ, സാലഡ്. കെസരി എങ്ങനെ ഉണ്ടായിരുന്നു? അതും പ്രിയക്ക് ഇഷ്ടപ്പെടും. ഒരു ഹണി മസ്റ്റേർഡ് സംഭവമാണ്. ചിക്കൻ ബ്രസ്റ്റ്, ഒറ്റൊരു ബ്രസ്റ്റ്. ആയിട്ട് ഡിസേർട്ട് പീനട്ട് ബട്ടറിൻ്റെ മൂസാണ്. ബട്ട് പ്ലേറ്റ് ഞാൻ പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് ഐ ഹവ് സീൻ ഇൻ കേരള തന്നെയാണ്. ഇതിൽ ബനാനയുടെ മുകളിൽ ചോക്ലേറ്റ്, ആ ചോക്ലേറ്റിൻ്റെ അടിയിൽ കണ്ട കുറച്ച് സിൽവർ ബോൾസ്, ലീവ്സ്. ഇതിൽ ദിസ് ലുക്സ് സോ പ്രിറ്റി, നോ ഫ്ലവേഴ്സ്, പോമഗ്രാനൈറ്റ്, ഒരു കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ആണ്. ദിസ് ഓൾസോ ലുക്സ് അമേസിങ്. എന്താ സംഭവമാണോ? എന്താ മിണ്ടാൻ പോലും പറ്റുന്നില്ല. എന്തേ ഒന്നും പറയില്ല. സോ സ്റ്റണ്ണിങ് ഇറ്റ് ലുക്സ്. അതാണ് ആദ്യമേ തന്നെ പറയേണ്ടത്. പിന്നെ ഇത് കഴിക്കുന്നതിന് മുമ്പ് ഇത് കണ്ട ബിസ്ക്കറ്റ് ആണ് വിത്ത് സം ചോക്ലേറ്റ്. ഇതാണ് എല്ലാവരും സംഭവം എന്ന് പറയുന്നത്. പീനട്ട് ബട്ടർ, മൂസ്, ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ കഴിച്ചു നോക്കാം. ബേസിക്കലി കുറച്ച് പീനട്ട് റിച്ചായ സ്നിക്കേഴ്സ് ബാറിൻ്റെ ഒരു ടേസ്റ്റാണ് അല്ലേ? ആർക്കെങ്കിലും കുറച്ച് കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പീനട്ട് ബട്ടറിൻ്റെ ബ്രേക്ക് മതിയെന്ന് തോന്നുന്നു. അതെ, പെർഫെക്റ്റ് എൻഡ് ടു ആ പെർഫെക്റ്റ് സ്റ്റേ തന്നെ പറയാം. വേറെ എന്ത് പറയാറ്? അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. വണ്ടർഫുൾ വണ്ടർഫുൾ. ആർക്കിത് കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ? ഇത് എൻ്റെ വായിക്ക് പകരം വേറെ ആർക്കെങ്കിലും വായാണെങ്കിലോ? അങ്ങനെ 2 days ഓഫ് സ്റ്റേ ഈസ് കമ്മിങ് ടു എൻ എൻഡ്. ബട്ട് വൺ തിങ്, ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഭയങ്കര റിഫ്രഷിങ് ഫീലിംഗ് തന്നെയാണ് അല്ലേ? സച്ച് എ റിലാക്സിങ് പ്ലേസ്. എല്ലാം കൊണ്ട് ഫുഡ് കൊണ്ടാണെങ്കിലും സ്ഥലം കൊണ്ടാണെങ്കിലും ഒക്കെ ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റേ. എക്സ്ട്രീംലി ഗുഡ് വ്യൂ, ഗുഡ് സർവീസ്, ഗുഡ് റൂംസ്, എക്സ്ട്രീംലി പ്രൈവറ്റ്, good staff, and food, especially the South Indian and continental, is outstanding. ഞാൻ ബേസിക് റൂമിന് ഓൺലൈനിലൊക്കെ വരുന്ന ഏകദേശം 10,000 rupees ആണ്. ബട്ട് ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് എ പൂൾ വില്ല. ആൻഡ് ഞാൻ ഇവിടുത്തെ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ ദി ടോൾ ഡെഫിനറ്റ്ലി നേരിട്ട് വിളിച്ച് OHFൻ്റെ ചാനലോ അല്ലെങ്കിൽ OHF നിന്ന് കണ്ടിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ മച്ച് ബെറ്റർ റേറ്റ് ദാൻ ഓൺലൈൻ. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ആൻഡ് ആ നമ്പറാണ് ഈ അടി കാണുന്നത്. യു ക്യാൻ കോൺടാക്ട് ഹിം. ആൻഡ് ഡെഫിനറ്റ്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ
ഒരു ഭയങ്കര ഒരു ലൈഫ് ടൈമിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, എസ്പെഷ്യലി ഇത്രയും പ്രൈവസിയും കൂടെ ഉള്ളതുകൊണ്ട് പൂൾ വേലയും കൂടെ എടുത്തു കഴിഞ്ഞാൽ. ആൻഡ് കം ഫോർ അറ്റ്ലീസ്റ്റ് 2 nights, എന്നാലേ ശരിക്കും ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നിങ്ങൾ സ്പെഷ്യൽ ഒക്കേഷൻസോ എങ്ങനെ സർപ്രൈസസ് എന്തിനു വേണമെങ്കിലും, ഫാമിലി ഡെസ്റ്റിനേഷൻ ആണെങ്കിലും എല്ലാമായിട്ട് അടിപൊളിയാണ്. ആൻഡ് വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നില്ലേ? നാളെ രാവിലെ ബാക്ക് ടു ഹോം. 2 ദിവസം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, സ്ഥലം ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര നല്ല calm, peace. പീസ്ഫുൾ. സ്പാ മാത്രം എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം പശുവാ. അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങുവാണ് നാളെ രാവിലെ. അതൊന്നും ബ്ലോഗ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഹിന്ദി ചലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രത്യേകം കമന്റ് ചെയ്യാം. ജെഫ്രി हिंदी में നമുക്ക് bye പറയാം. ओके तो हम लोग तो अगले ब्लॉग में अगले ब्लॉग में देखने के तक देखने के ടക്ക് 2 പ്രാവശ്യം പറഞ്ഞു. ब्लॉग में देखेंगे. अगले ब्लॉग में देखेंगे और stay खुशी. അങ്ങനെ മനസ്സ് stay healthy, ഓക്കെ, stay happy. അപ്പോ അടുത്ത വ്ളോഗിൽ കാണുന്ന വരെ സ്റ്റേ ഹെൽത്തി. Stay happy. ബൈ പറ. ആ ബൈ. ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ കേട്ടാ, അല്ലേ? അയ്യോ, ഓക്കെ, അപ്പൊ ഹിന്ദി വ്ളോഗ് ഒന്നും കൂടെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത വ്ളോഗ് വീണ്ടും ആ വ്ളോഗിൽ ഞാൻ ഉണ്ടാവല്ലോ. അപ്പൊ അടുത്ത തവണ വരുമ്പോഴേക്ക് ഇത് മിക്കവാറും വലുതാവും. പക്ഷെ അതിന് നമ്മൾ എന്തായാലും വീണ്ടും വരും. ഇതൊരു ഗ്രീൻ ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം എപ്പോഴും വന്നാലും നമുക്കിത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യണം വളരുന്നുണ്ടോ ഇല്ലയോ എന്ന്.